നമസ്കാരം. ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിച്ച് ഭക്തലക്ഷങ്ങൾ. യാഗശാലയായി അനന്തപുരി. 2:15 പൊങ്കാല നിവേദ്യം. ചന്ദ്രഗ്രഹണമായതിനാൽ ഉച്ചയ്ക്ക് ശേഷം 3:10 മുതൽ 7 മണി വരെ ക്ഷേത്ര ദർശനമില്ല. കണ്ണൂരിലെ പ്രതിഷേധത്തിൽ വീണ ജോർജിന് പരിക്കേറ്റ കേസിൽ KSU പ്രവർത്തകർക്ക് ജാമ്യമില്ല. ജാമ്യഹർജി തള്ളി കണ്ണൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. 5 പ്രതികളും ജയിലിൽ തുടരും. ആലപ്പുഴ തുറവൂർ താലൂക്ക് ആശുപത്രി കെട്ടിടം ഉദ്ഘാടനത്തിനിടെ കരിങ്കൊടി പ്രതിഷേധവുമായി കോൺഗ്രസ്. തടയാൻ ശ്രമിച്ച CPM പ്രവർത്തകരുമായി സംഘർഷം. ആരോഗ്യമന്ത്രി കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് ഓൺലൈനായി. പത്തനംതിട്ടയിൽ പൊതുപരിപാടിയിൽ പങ്കെടുത്ത് വീണ ജോർജ്. ഇറാൻ മുന്നറിയിപ്പുമായി അമേരിക്കയും ഇസ്രായേലും. 24 മണിക്കൂറിനുള്ളിൽ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ശക്തമായ ആക്രമണം നടത്താൻ തീരുമാനം. ടെഹ്റാനിലെ ജനവാസ മേഖലകളിൽ നിന്ന് താമസക്കാരോട് ഒഴിഞ്ഞുപോകാൻ നിർദ്ദേശം. റിയാദിൽ അമേരിക്കൻ എംബസിക്ക് നേരെ ഡ്രോൺ ആക്രമണം. സൗദി, കുവൈറ്റ് എംബസികൾ അടച്ചു. ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകൾ ഭാഗികമായി പുനരാരംഭിച്ചു. കറാച്ചിയിൽ കുടുങ്ങിയ മലയാളികൾ കൊച്ചിയിലെത്തി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന N. വാസുവിനെ ഇഡി ചോദ്യം ചെയ്യുന്നു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ ദ്വാരപാലക ശില്പക്കേസിലെ സ്വാഭാവിക ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി വിധി നാളെ. മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ KP ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. അന്ത്യം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ. VP സിംഗ് മന്ത്രിസഭയിൽ ഉപരിതല ഗതാഗത വാർത്താവിനിമയ മന്ത്രിയായിരുന്നു. വിടവാങ്ങിയത് 6 തവണ വടകര മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി. സംസ്കാരം നാളെ. ഭക്തിസാന്ദ്രമായി തലസ്ഥാനം. ഭക്തലക്ഷങ്ങൾ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിച്ച് നിവേദ്യത്തിനായി കാത്തിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 2:15 നിവേദ്യം. ക്ഷേത്രത്തിൽ നിന്ന് നിയോഗിക്കുന്ന പൂജാരികൾ തീർത്ഥം തളിക്കുന്നതോടെ പൊങ്കാല സമാപിക്കുന്നു. 350ഓളം പൂജാരിമാരെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. എന്തായാലും ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്നായി ഒപ്പം ചേരുന്നുണ്ട്. ആദ്യം നമ്മൾ പോകുന്നത് ക്ഷേത്രത്തിലേക്ക് തന്നെയാണ്. അവിടെ നിന്നും ഒപ്പം ചേരുന്നത് അഖിലയാണ്. അഖില, എന്തായാലും പൊങ്കാല തീർന്നിരിക്കുകയാണ്. ആളുകൾ ഇനി ഞാൻ സൂചിപ്പിച്ചതുപോലെ നിവേദ്യത്തിനായിട്ടുള്ള കാത്തിരിപ്പിലാണ്. ക്ഷേത്ര പരിസരത്താകുമ്പോൾ സ്വാഭാവികമായും ദർശനത്തിനായുള്ള തിരക്കും കൂടുമല്ലോ. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ശ്രീജ, ദർശനത്തിന് വലിയ ഭക്തജന തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഈ ക്യൂവിൽ ഒരു വലിയ ഭക്തജന തിരക്കുണ്ട്. അതിനപ്പുറം ക്യൂവിൽ നിന്നാൽ ഒരു പക്ഷേ തൊഴുത് സമയത്തിന് പോകാൻ കഴിയില്ലെങ്കിലോ എന്ന് പറഞ്ഞ് ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തി തൊഴാനെത്തുന്ന ആളുകളുടെ ഒരു തിരക്കുമുണ്ട്. ഒരു പക്ഷേ നമ്മുടെ ഈ സ്ക്രീനിൽ, നമ്മുടെ ഈ ഫ്രെയിമിനകത്തൂടെ തന്നെ ആളുകൾ പോകുന്നതൊക്കെ കാണേണ്ടി വരും എന്നാണ് തോന്നുന്നത്. അങ്ങനെ തിരക്കുണ്ട്. കുറേ വർഷങ്ങൾക്കിപ്പുറം ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിയ ഒരു ആറ്റുകാൽ പൊങ്കാലയാണ്. 2:15 പൊങ്കാല നിവേദ്യം നടക്കുക. രാവിലെ ശുദ്ധ പുണ്യാഹത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. അതിനുശേഷം പണ്ടാര അടുപ്പിൽ ദീപം പറഞ്ഞു. ആ ദീപം ഈ ക്ഷേത്രത്തിനും ഇതിന് ചുറ്റളവിലുമുള്ള എല്ലാ ഭക്തരുടെയും അടുപ്പുകളെ ജ്വലിപ്പിച്ചപ്പോൾ ഏകദേശം എല്ലായിടവും പുകമയമായ ഒരു സാഹചര്യമൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ എല്ലാവരും ആത്മസമർപ്പണം പൂർത്തിയാക്കി. ഇനി ആ ഒരു നിവേദ്യത്തിൻ്റെ നിർവൃതി കൂടി കിട്ടി മടങ്ങാനുള്ള ഒരു കാത്തിരിപ്പാണ്. ഈ ക്ഷേത്രത്തിന് പരിസരത്തും ഒക്കെ ധാരാളം ഭക്തർ പൊങ്കാലയിട്ടിട്ടുണ്ട്. നേരത്തെ ഈ കുംഭച്ചൂടാണ് ഞാൻ നേരത്തെ ഏറ്റവും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് ഇവിടെ കടന്നു പോകുന്നത്. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുക ഒരു വർഷത്തെ മുഴുവൻ ഈ ഭക്തരുടെ കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പാണ് ഇവിടെ ഇന്ന് സാഫല്യമായത്. രാവിലെ പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകരുമ്പോൾ ഓരോരുത്തരുടെ കണ്ണുകളിലോ ഈ വർഷവും ഞങ്ങൾക്ക് ഇതിന് സാധിച്ചല്ലോ എന്നുള്ളൊരു ആത്മസംതൃപ്തിയൊക്കെ നമുക്ക്. അഖില സൂചിപ്പിച്ചതുപോലെ ക്ഷേത്രത്തിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ ക്യൂ ആണ്. അത്രത്തോളം ആളുകൾ ക്ഷേത്ര ദർശനത്തിനായി കാത്തു നിൽക്കുകയാണ്. ചന്ദ്രഗ്രഹണമായതിനാൽ ഉച്ച കഴിഞ്ഞ് 3:10 മുതൽ രാത്രി 7 മണി വരെ എന്തായാലും ക്ഷേത്ര ദർശനം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഭക്തരെല്ലാവരും ദേവിയെ കണ്ട് ഒന്ന് തൊഴാനായി ക്യൂവിലൊക്കെ നിൽക്കുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് സ്റ്റാച്യു വരെ ഒന്ന് പോയി വരാം. അവിടെ ആതിര നിൽക്കുന്നുണ്ട്. ആതിര, നമുക്കറിയാം പൊങ്കാല ഇട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി സന്നദ്ധ സംഘടനകളുടെ ഒരു രംഗപ്രവേശമാണ്. അവർ രാവിലെ തന്നെ നമുക്കറിയാം സജീവമായിരുന്നു. രാവിലത്തെ പ്രഭാത ഭക്ഷണം മുതൽ ദാഹജലം അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അവർ ഒരുക്കിയിരുന്നു. അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിച്ചു വരുന്നത്? ശ്രീജ
സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നഗരം ഈ ആഘോഷത്തെ വരവേൽക്കുന്നത് ഒരു വലിയൊരു കാര്യമാണ്. കാരണം ഈ അനന്തപുരിയിൽ എത്തുന്നവർ ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും അതുപോലെ തന്നെ സംസ്ഥാനത്ത് പുറത്തു നിന്നും നിരവധി സ്ത്രീകളും അതുപോലെ തന്നെ കുട്ടികളും ഒക്കെയാണ് ഈ അനന്തപുരിയിലേക്ക് ആറ്റുകാൽ പൊങ്കാലയ്ക്കായി എത്തുന്നത്. ഇവിടെ എത്തുന്നവർ ഈ വെയിലത്തും ചൂടിലും അവർ തളരാതിരിക്കാൻ കാരണം ഈ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സന്നദ്ധ സംഘടനകൾ തന്നെയാണ്. രാവിലെ മുതൽ പുലർച്ചെ ഇന്നലെ മുതൽ തന്നെ അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ തന്നെ അവർ ആരംഭിച്ചു. പുലർച്ചെ മുതൽ തന്നെ പ്രഭാത ഭക്ഷണവും അതുപോലെ തന്നെ വെള്ളവും ആവശ്യമുള്ള സമയത്ത് സംഭാരവും ഉച്ചഭക്ഷണവും ഒക്കെ തന്നെ നൽകിക്കൊണ്ട് വലിയ രീതിയിൽ ഒപ്പം നിൽക്കുന്ന ഒരു സന്നദ്ധ സംഘടനകളും വിവിധ സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ ഒപ്പം നിന്നിരുന്നു. ഈ ആഘോഷത്തിന് ഈ ആളുകൾക്കൊപ്പം നിന്നിരുന്നു അവർ എന്നുള്ളതാണ്. ഈ ഒരു നഗരം ഈ ആഘോഷത്തെ സ്വീകരിച്ചിരിക്കുന്നത് അത്തരത്തിലാണ്. അതിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ ഒന്നും തന്നെ ഒരു വേർതിരിവില്ല. പള്ളികളും മോസ്കുകളും ക്ഷേത്രങ്ങളും ഒക്കെ ഇതിനായി ഒരുങ്ങി ഒപ്പം ആളുകളും ഈ ഇവിടെ എത്തുന്നവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവിടുത്തെ വിവിധ സംഘടനകളും ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരെ ആളുകളെ സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ വിഷമമുണ്ടെങ്കിൽ പോലും അത് അപ്പോൾ തന്നെ പരിഹരിക്കുന്ന തരത്തിൽ ഇവിടെയുള്ള ആളുകളുടെ ഇടപെടൽ ഒരു കാര്യം അത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഈ വെയിലത്തും ചൂടിലും തളരാതെ നിന്നുകൊണ്ട് പ്രായമായവരും കുഞ്ഞു കുട്ടികളും ഉൾപ്പെടെ എത്തുന്ന ഒരു മഹാ ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. ആ പൊങ്കാലയ്ക്ക് സന്നദ്ധ സംഘടനകളുടെ സേവനം അവർ നൽകി വരുന്ന ഈ ഒരു വർഷങ്ങളായി അവർ ഈ സേവനം നൽകി വരുന്നുണ്ട്. ആ സേവനമൊക്കെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. ഏതായാലും ഇനി 2:15 നിവേദ്യം അർപ്പിക്കുന്നതോടുകൂടി ഈ പൊങ്കാല ഒരു സമാപനത്തിലേക്ക് എത്തും. അതുവരെ ഇപ്പോൾ എല്ലാവരും ഒരു റെസ്റ്റ് മോഡിലാണ്. അവർ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ഈ ഒരു ഇത്രയും നാൾ 10 ദിവസത്തോളം നീണ്ടുനിന്ന ഈ പൊങ്കാലയുടെ ആ ഒരു സമാപനം അല്ലെങ്കിൽ കാത്തിരുന്ന ആ പൊങ്കാല സമർപ്പണത്തിൻ്റെ ഒരു സമാപനത്തിലേക്ക് ഏതായാലും അനന്തപുരി എത്തും. തീർച്ചയായും ആതിര, എന്തായാലും നമുക്ക് ഒന്ന് അൺഫിൽറ്റിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. കാരണം ഈ പൊങ്കാല നിവേദിച്ച ശേഷം ആളുകളൊക്കെ ഇനി വീട്ടിൽ പോകാനുള്ള ഒരു തിരക്കിലായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഗതാഗത ക്രമീകരണം എന്ന് അറിയേണ്ടതുണ്ട്. അൺഫിൽറ്റ് തമ്പാനൂരിൽ നിന്നാണ് ചേരുന്നത്. അൺഫിൽറ്റ് അത് സംബന്ധിച്ച വിവരങ്ങളെന്ന് പറയാമോ? ശ്രീജ, ഈ തമ്പാനൂര് ഇപ്പോൾ നിവേദിക്കുന്നതിനുള്ള സമയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഈ പൊങ്കാല കലങ്ങൾ മാത്രം ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആളുകൾ പറയുന്നത് കാരണം അത്രയേറെ കൊടും വെയിലാണ്. ഈ വെയിലിൻ്റെ കാഠിന്യം കൂടി വരുന്നതിനനുസരിച്ച് പൊങ്കാലയൊക്കെ പാകമായി എല്ലാം കഴിഞ്ഞു പൊങ്കാല. അപ്പോൾ എല്ലാവരും പലരും മാറി നിന്ന് ഈ വെയിലത്ത് ഇവിടെ നിന്ന് മാറി നിന്ന് കുറച്ച് അപ്പുറത്തേക്ക് മാറി വിശ്രമിക്കുന്ന ഒരു സമയമാണ്. ഇനി പൊങ്കാല നിവേദിക്കുന്ന സമയമാകുമ്പോൾ 2:15 ആകുമ്പോൾ എല്ലാവരും ഇവിടെ വരുന്നു. പൊങ്കാല അടുപ്പിലേക്ക് അടുത്ത് എത്തുന്നു. അതുവരെ ഇപ്പോൾ വിശ്രമിക്കുന്ന സമയമായിട്ട് എല്ലാവരും അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. ഇവിടെ ഈ തിരക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല തിരക്ക് ഇപ്പോഴുമുണ്ട്. കാരണം ഈ ഭക്തജനങ്ങൾ ഇത് നിവേദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പോകാനുള്ള മടക്കയാത്രയിലുള്ള തയ്യാറെടുപ്പ് ഒരു ഭാഗത്ത് നടക്കുകയാണ്. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ നടത്തുകയാണ്. പിന്നെ വേറൊരു ഭാഗത്ത് നമുക്ക് ഈ ഭക്ഷണം, അതായത് ഈ സന്നദ്ധ സംഘടനകളൊക്കെ തന്നെ ഇവിടെ പല വിഭാഗങ്ങളായി എല്ലായിടത്തും ഇവർക്ക് വേണ്ട ഭക്ഷണമൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് രാവിലെ മുതൽ പ്രഭാത ഭക്ഷണവും വെള്ളമൊക്കെ നമ്മൾ കാണുന്നു. ഇപ്പോൾ കുറേ പേര് അപ്പുറത്ത് ക്യൂ നിന്ന് ഈ ഭക്ഷണം ഉച്ചയ്ക്കുള്ള ആഹാരം കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. കുറേ പേർ മറ്റു പലരൊക്കെ നിവേദിച്ചതിന് ശേഷം മാത്രമേ ആഹാരം കഴിക്കുകയുള്ളൂ. അതുകൊണ്ട് മാറി നിൽക്കുകയാണ്, തണലത്തേക്ക് മാറി നിൽക്കുന്നൊരു കാഴ്ചയാണ്. വാഹനങ്ങളൊക്കെ നേരത്തെ പല വാഹനങ്ങളും ഗതാഗത നിയന്ത്രണമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ ഗതാഗത നിയന്ത്രണം അതുപോലെ തന്നെ നിൽക്കുകയാണ്. പക്ഷേ കുറേ ഭാഗത്തേക്ക് സ്വകാര്യ ചില കാറുകളും ബൈക്ക് ഓട്ടോറിക്ഷ പോലുള്ള സ്വകാര്യ വാഹനങ്ങളൊക്കെ കടത്തിവിടുന്നുണ്ട്. അതേസമയം KSRTC മറ്റ് വലിയ വാഹനങ്ങളൊന്നും തന്നെയും കടത്തിവിടുന്നില്ല. അത് പക്ഷേ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും പതുക്കെ അത് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. കാരണം എല്ലാം കൂടി നിവേദനമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് പോകുമ്പോൾ വലിയ രീതിയിലുള്ള ട്രാഫിക് ജാമിലേക്ക് മാറും. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ഗതാഗതമൊക്കെ ഒരു പുനഃക്രമീകരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. അതായത് ചെറിയ രീതിയിൽ ഗതാഗതമൊക്കെ മൂവ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയവും കൂടിയാണ് ഇപ്പോൾ. ശരി അൻഫിൽഡ്, എന്തായാലും നമുക്ക് കിഴക്കേക്കോട്ടയിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. അവിടെ നിന്ന് ദേവികയും സാന്ദ്രയും കൂടി ചേരുകയാണ്. എന്തായാലും രണ്ടാളും പൊങ്കാലയൊക്കെ കണ്ടറിഞ്ഞതിൻ്റെ ഒരു സന്തോഷത്തിൽ തന്നെയാണ്, ഒരു ആത്മനിർവൃതിയിൽ തന്നെയാണ്. ഈ ആളുകളൊക്കെ ഇപ്പോൾ അൺഫിൽറ്റർ റിപ്പോർട്ട് ചെയ്തപ്പോൾ നമ്മൾ കാണാൻ സാധിച്ചത് പൊങ്കാല കലം മാത്രമാണ് അവിടെ ഉള്ളത്. കാരണം നല്ല വെയിലാണ്, ആളുകളൊക്കെ അതുകൊണ്ട് തണൽ തേടി പോയിരിക്കുകയാണ്. നിങ്ങൾ അവിടെ കിഴക്കേക്കോട്ടയിൽ കാണുന്ന കാഴ്ച എന്താണ്? ഇവിടെ തണൽ മരങ്ങൾ
പറയാനുള്ളത് വലിയ ആശ്വാസമാണ്. ഭക്തരെല്ലാം ഈ പൊങ്കാല നിവേദ്യം അർപ്പിച്ച് ഇപ്പോൾ ഈ തണലത്ത് വിശ്രമിക്കുകയാണ്. പക്ഷേ ഇവിടെ തണലുള്ളത് കൊണ്ട് തന്നെ മറ്റൊരിടത്തേക്ക് മാറിയിരിക്കേണ്ട സാഹചര്യം നിലവിൽ ഇവർക്കില്ല. ഇനി അല്പ നിമിഷങ്ങൾ മാത്രമാണ് ഈ പൊങ്കാല നിവേദ്യത്തിന്റെ ഒരു ആത്മസംതൃപ്തി ഇവർക്ക് ലഭിക്കാനുള്ളത്. അല്ലേ സാന്ദ്ര? ദേവിക പറഞ്ഞ പോലെ ഇത്രയും സമയം രാവിലെ കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നെങ്കിലും അത് കഴിഞ്ഞ് ഈ സമയം വരെ നല്ല വെയിലായിരുന്നു. നല്ല വെയിലെന്ന് പറഞ്ഞാൽ പരസ്പരം നിൽക്കുന്നവരെ കാണാൻ ഈ ചൂടും പുകയൊക്കെ ആയ പൊങ്കാലയുടെ ഈ അടുപ്പിൽ നിന്നുള്ള പുകയൊക്കെ ആയപ്പോൾ അടുത്ത് നിൽക്കുന്നവരെ കാണാൻ പോലും പറ്റാത്ത രീതിയിൽ ഭയങ്കര ചൂടൊക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമുക്കും ചെറിയൊരു ആശ്വാസമൊക്കെ ഉണ്ട്. നല്ല കാറ്റും അതുപോലെ നല്ല ഒരു സമാധാനമൊക്കെ ഉള്ള ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും നമ്മളിവിടെ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് എല്ലാവരും നിവേദ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇത്രയും സമയം അവർ കാത്തിരുന്നു. രാവിലെ മുതൽ ഇവിടെ എത്തിച്ചേർന്നവരാണ്. കഴിഞ്ഞ 3 ദിവസം മുന്നേയൊക്കെ ഇവിടെ എത്തിച്ചേർന്നവരാണ്. അപ്പോൾ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് അവരുടെ ആ ഒരു ആഗ്രഹം സാഫല്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ അർപ്പിച്ച പൊങ്കാല നിവേദിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം നമ്മൾ നേരത്തെ നിന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. വെയിലത്തൊക്കെ ഒരുപാട് പേരിങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം തണലൊക്കെ നോക്കി ഇരിക്കുന്ന കുറേ അമ്മമാരും കുറേ ചേച്ചിമാരും കുറേ കുഞ്ഞു പിള്ളേരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം പൊങ്കാല അർപ്പിച്ച എല്ലാവരും തന്നെ ഇനി കാത്തിരിപ്പിന്റെ നിമിഷങ്ങളാണ്. അവർക്ക് ഒരു വർഷക്കാലം അവർ ആഗ്രഹിച്ച് അമ്മയെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി അവർ കാത്തിരുന്നുവെങ്കിൽ ആ ഒരു മുഹൂർത്തമാണ് ഇപ്പോൾ കഴിയാൻ പോകുന്നത്. എന്തായാലും നമുക്കും ചെറിയൊരു വിഷമമുണ്ട്. കാരണം നമ്മളും 2-3 ദിവസം മുന്നേ അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുന്നേ ഉള്ള ഒരുക്കങ്ങളായിരുന്നു ഈ ഒരു ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് വീണ്ടും 1 വർഷം കാത്തിരിക്കണം. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അനന്തപുരി വീണ്ടും ഈ ഒരു ഉത്സവ പ്രതിനിധി മാറി വീണ്ടും ഈ ഒരു ബഹളവും ആളും കൂട്ടം ഒക്കെ മാറി വീണ്ടും പഴയ രീതിയിലേക്ക് ആവാൻ പോവുകയാണ്. എന്നാലും അതിൻ്റെ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ടല്ലേ? തീർച്ചയായിട്ടും അനന്തപുരിയെ ഇത്തരത്തിൽ യാഗശാലയാക്കി മാറ്റിയ പൊങ്കാലയാണ് ഇന്ന് സമാപിച്ചിട്ടുള്ളത്. ഇനി ഒരു ദിവസം കൂടി ആറ്റുകാൽ അമ്മയുടെ ഈ പൊങ്കാല മഹോത്സവം സമാപിക്കാനുണ്ട്. ശരി ദേവിക, സാന്ദ്ര, എന്തായാലും ഞാൻ ഐശ്വര്യയിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. ഐശ്വര്യ ക്ഷേത്ര പരിസരത്താണ് ഉള്ളത്. ഐശ്വര്യ, തിരുവനന്തപുരം ജില്ലക്കാരുടെ സ്നേഹവും കരുതലും ഒക്കെ മറ്റ് ജില്ലക്കാർ ഏറ്റവും അടുത്തറിയുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. ശരിക്കും അങ്ങനെ തന്നെയല്ലേ ഐശ്വര്യയ്ക്ക് അത് തന്നെയല്ലേ കാണാൻ സാധിച്ചത്? അതെ ശ്രീജ, ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ തിരുവനന്തപുരത്തുകാരുടെ സ്നേഹവും ആ ഒരു കരുതലും ഒക്കെ നമുക്ക് ഈ ആറ്റുകാൽ പൊങ്കാലയിൽ കാണാൻ കഴിയും. കാരണം പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഈ ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനായി ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അപ്പോൾ അവരെ എല്ലാ വിധേനയും സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ ആദിത്യ മര്യാദയാണ്. അത് കൃത്യമായി ഇവിടുത്തെ ജനങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ശ്രീ അവിട്ടം തിരുനാൾ ഗ്രന്ഥശാലയാണ്. ഈ ഗ്രന്ഥശാലയിൽ ഈ ഒരു മുറ്റത്തെ ഒരുപാട് പൊങ്കാലയാണ്. അതായത് ചെറിയ 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 സ്ഥലങ്ങളിൽ പോലും പൊങ്കാല അർപ്പിച്ച്, കാരണം ഇവിടെ നിന്ന് ആറ്റുകാലിലേക്ക് തൊഴാൻ പോകാനായിട്ട് നല്ല എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയുടെ അടുത്ത് ഏറ്റവും അടുത്ത് പൊങ്കാല ഇടാൻ പറ്റുന്നു അത്രയും അടുത്ത് പൊങ്കാല ഇടുകയാണ്. അപ്പോൾ ഇവിടെ 2-3 അമ്മമാരെല്ലാം പൊങ്കാല ഇട്ട് ഇനി നേദിക്കാനുള്ള കാത്തിരിപ്പിലാണ്, ആ സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ്. അമ്മ ഫുഡൊക്കെ കഴിച്ചോ? കഴിച്ചു. എത്ര വർഷം വരുന്നുണ്ട് പൊങ്കാല ഇടാൻ? ഞാനിപ്പോൾ 6 വർഷം കഴിഞ്ഞു. ഇപ്രാവശ്യം എന്തെങ്കിലും ആഗ്രഹം സാധിക്കാനുള്ളത് ആഗ്രഹം സാധിച്ച സന്തോഷത്തിലാണോ? അയ്യാണ്ട് പോകുന്നില്ല എന്ന് വിചാരിക്കും. സമയമാകുമ്പോൾ മനസ്സിങ്ങോട്ട് പിടിച്ച് വലിക്കും. അങ്ങനെ പെട്ടെന്ന് ഒരുങ്ങി പോരുന്നത്. അമ്മയുടെ അടുത്ത് ഏറ്റവും അടുത്ത് പൊങ്കാല ഇടണം എന്ന ആഗ്രഹമാണ് ഇവിടെ എത്തിച്ചത് അല്ലേ? എത്തിച്ചത് എല്ലാ വർഷവും അത് തന്നെ. ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഒരുപാട് വർഷങ്ങളായി പൊങ്കാല ഇടുന്ന ആളുകളുണ്ട്. 6 വർഷമായാണ് അമ്മ പൊങ്കാല ഇടുന്നത്. അതിൽ ഈ അമ്മ പറയുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എങ്ങനെയുണ്ട് ആദ്യത്തെ അനുഭവം? എങ്ങനെയുണ്ട്? എല്ലാം നല്ലതായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. എല്ലാ സൗകര്യവും അമ്മ തന്നു. ഇനി എല്ലാ വർഷവും വരില്ലേ? എല്ലാ വർഷവും ഞാൻ വരും. പറഞ്ഞതുപോലെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശ്രീജ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എല്ലാ വർഷവും ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു ദേവി ഇങ്ങനെ വിളിക്കും എന്നൊക്കെ പറഞ്ഞ ശരി തന്നെയാണ്. സാന്ദ്ര നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. കാരണം നമ്മുടെയും ഒരാഴ്ചത്തെ ഒരുക്കങ്ങളാണ് എന്നുള്ളത്. കാരണം നമ്മളിവിടെ റിപ്പോർട്ടിങ്ങിന് വരാനായിട്ട് നമ്മളിങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. കാരണം അതും ഒരു സന്തോഷമാണ്, അമ്മയുടെ നടയിൽ വന്ന് നിൽക്കുക എന്നുള്ളത്. നല്ല വെയിലാണ് ശ്രീജ. ഈ വെയിലത്ത് പോലും തീർച്ചയായും ഐശ്വര്യ വ്യക്തമാണ്. എന്തായാലും ഈ പറഞ്ഞതുപോലെ എല്ലാം അമ്മ തരുന്നു, എല്ലാം അമ്മയ്ക്കായി നൽകുന്നു. അങ്ങനെ ഒരു ചിന്താഗതി തന്നെയാണ് തിരുവനന്തപുരം ജില്ലക്കാർക്ക് ഈ പൊങ്കാലയ്ക്ക് ശരിക്കും മറ്റുള്ളവരോട് തോന്നുന്ന ഒരു കാര്യവും അങ്ങനെ തന്നെയാണ്. പൊങ്കാലയോടനുബന്ധിച്ച് സുരക്ഷ ഉറപ്പാക്കാൻ 4000 പോലീസുകാരെയൊക്കെയാണ് വിന്യസിച്ചിട്ടുള്ളത്. നഗരം 4 സോണുകളായും 13 ഡിവിഷനുകളായും 21 സെക്ടറുകളായും തിരിച്ചാണ് ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. കൺട്രോൾ റൂം വഴിയാണ് ഏകോപനമൊക്കെ നടക്കുന്നത്. എന്തായാലും നിവേദ്യം
2:15 ഇറാന് മുന്നറിയിപ്പുമായി അമേരിക്കയും ഇസ്രായേലും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി വൻതോതിലുള്ള ആക്രമണങ്ങൾക്ക് അമേരിക്കയും ഇസ്രായേലും തയ്യാറെടുക്കുന്നു. ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ അതിശക്തമായ പ്രഹരമേൽപ്പിക്കാനാണ് പദ്ധതി. ഇതിന്റെ ഭാഗമായി ടെഹ്റാനിലെ ചില ജനവാസ മേഖലകളിൽ നിന്ന് താമസക്കാരോട് ഉടൻ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സൈന്യം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം സൗദിയിലെ റിയാദിൽ അമേരിക്കൻ എംബസിക്ക് നേരെ ഡ്രോൺ ആക്രമണം, ആർക്കും പരിക്കില്ല. അടച്ച ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ ശ്രമിച്ചാൽ ആക്രമിക്കുമെന്ന ഇറാന്റെ മുന്നറിയിപ്പ്. ഇതിനിടെ കപ്പലിലെ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയും വരികയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ബിനീഷ് കൊട്ടാരത്തിൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ബിനീഷ്, എന്തായാലും സംഘർഷം അത് കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അമേരിക്കയും ഇസ്രായേലും അതുപോലെ തന്നെ ഇറാനും ഒക്കെ പറയുന്നതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അതായത് ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ അമേരിക്കയും ഇസ്രായേലും കടുത്ത മുന്നറിയിപ്പ് തന്നെയാണ് ഇറാന് നൽകിയിരിക്കുന്നത്. യുദ്ധം കൂടുതൽ രൂക്ഷമായ സങ്കീർണമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണ്ടേ പറയാൻ? ശ്രീജ, തീർച്ചയായും പശ്ചിമേഷ്യ അശാന്തമായിട്ട് ഇന്ന് 4ാം ദിവസമാണ്. യുദ്ധം തുടങ്ങിയപ്പോൾ ഇസ്രായേൽ ആദ്യം പ്രഖ്യാപിച്ചത് 4 ദിവസം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ്. എന്നാൽ ഇപ്പോൾ അത് 4 ആഴ്ചയിലേക്ക് നീളും എന്ന് പറയുന്നു. എന്നാൽ ഇപ്പോൾ അതിശക്തമായ ആക്രമണമാണ് അമേരിക്കയും ഇസ്രായേലും ഇറാനും മേൽ നടത്തുന്നത്. അത് വരുന്ന 24 മണിക്കൂറിൽ കൂടുതൽ ശക്തമാക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. ഒപ്പം തന്നെ ഇറാൻ്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യമിടുന്നത്. ഇറാന്റെ സൈനിക താവളങ്ങൾ, അവരുടെ ആയുധ ശേഖരങ്ങൾ, ഒപ്പം തന്നെ ജനവാസ മേഖലയും ആക്രമിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വരും മണിക്കൂറുകളിൽ അത് കടുപ്പിക്കുമ്പോൾ ടെഹ്റാനിലടക്കം ജനങ്ങളോട് ഒഴിഞ്ഞു പോകുവാനായി അമേരിക്കയും ഇസ്രായേലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു കാർപ്പറ്റ് ബോംബിംഗ് ആണ് ടെഹ്റാനിൽ അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യമിടുന്നതെന്നാണ് അതിൽ നിന്നും വ്യക്തമാകുന്നത്. ഒപ്പം തന്നെ അവരുടെ ആയുധ ശേഖരം, അതായത് അവിടെ മിസൈൽ ശേഖരങ്ങൾ തകർക്കുവാനും ആണവായുധ മേഖലകളിൽ ആക്രമിക്കുവാനും ഒപ്പം തന്നെ അവരുടെ സൈനിക താവളങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, വ്യോമത്താവളങ്ങൾ തുടങ്ങിയവ ഒക്കെ തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും ഇറാനിലേക്ക് ലക്ഷ്യമിടുന്നത്. ഒരു കാരണവശാലും വഴങ്ങില്ല എന്ന നിലപാടിൽ തന്നെ ഇറാൻ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് യുദ്ധം നീളും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പശ്ചിമേഷ്യ അശാന്തിയിലേക്ക് മാറുകയാണ്. അത് പശ്ചിമേഷ്യയുടെ മാത്രമല്ല, നമ്മുടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒന്നായി മാറുകയാണ്. വലിയ ഒരു യുദ്ധമേഖലമായി, ഒരു യുദ്ധക്കളമായി, ഒരു പോർക്കളമായി പശ്ചിമേഷ്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു. വരും മണിക്കൂറുകൾ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പറയുന്നതനുസരിച്ചാണെങ്കിൽ വരും മണിക്കൂറുകൾ അതിശക്തമായ ആക്രമണത്തിൻ്റെതായി മാറും. അങ്ങനെയാണെങ്കിൽ അത് ഇറാന് വലിയ തിരിച്ചടിയാവും. ഇതിനെ ഇറാൻ തിരിച്ചടിക്കുവാനായും ഒരുങ്ങും. ഇറാൻ നേരത്തെ തന്നെ ഒരു സൂചന നൽകിയിരുന്നു. തങ്ങളുടെ പക്കത്ത് മിസൈലുകൾ, അത് 5ഉം 6ഉം തലമുറ മിസൈലുകൾ വരെയുണ്ട്, അത് ഞങ്ങൾ പ്രയോഗിക്കും. അത് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഇറാനെ കൊണ്ടുചെന്ന് എത്തിക്കരുതെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ഒപ്പം തന്നെ നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഹോർമൂസ് കടലിടുക്ക് യുദ്ധം തുടങ്ങിയ ആദ്യ ദിവസം തന്നെ ഇറാൻ അടച്ചിരുന്നു. എന്നാൽ അതുവഴി ഒരു കപ്പൽ നീക്കം നടത്തുവാനായി അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്ന സൂചനയാണ് ഇറാന് ലഭിച്ചത്. ആ സാഹചര്യത്തിലാണ് ഇറാൻ പറഞ്ഞത്, ഏതെങ്കിലും സാഹചര്യത്തിൽ ഹോർമൂസ് കടലിടുക്കിലേക്ക് ഏതെങ്കിലും കപ്പലുകൾ പ്രവേശിച്ചാൽ അത് ആരുടേതാണെന്ന് നോക്കില്ല, അത് അഗ്നിക്കിരയാക്കും. അതായത് തങ്ങൾ മിസൈൽ അയച്ച് തന്നെ ആ കപ്പലുകളെ തകർത്ത് കളയുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ GCC രാജ്യങ്ങളെയും ലക്ഷ്യമിടുന്നത്. GCC രാജ്യങ്ങളിലെ വ്യോമത്താവളങ്ങൾക്കപ്പുറം ഓയിൽ റിഫൈനറുകൾ, എണ്ണക്കിണറുകൾ, അവരുടെ ഓയിൽ ടാങ്കറുകൾ ഒക്കെ തന്നെയാണ് ഇറാൻ്റെ ലക്ഷ്യം. എന്നാൽ ഇപ്പോൾ ചെറിയ ഡ്രോൺ ആക്രമണങ്ങൾ മാത്രമാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ശ്രീജ. ശരി ബിനീഷ്, എന്തായാലും യുദ്ധം അത് കൊടുമ്പിരി കൊണ്ടിരിക്കുക തന്നെയാണെന്നാണ് ബിനീഷ് കൊട്ടാരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ സംഘർഷത്തിനിടയിലും ചെറിയ ആശ്വാസ വാർത്തകൾ വരുന്നുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ റദ്ദാക്കിയ വിമാന സർവീസുകൾ ഭാഗികമായി ആരംഭിച്ചതോടെ അബുദാബിയിൽ നിന്നുള്ള ആദ്യ വിമാനം ഇന്നലെ കൊച്ചിയിലെത്തി. രാത്രി 10:10 127 യാത്രക്കാരുമായി ഇത്തിഹാദ് എയർവേസ് വിമാനമാണ് കൊച്ചിയിലെത്തിയത്. അതേസമയം പാകിസ്ഥാനിലെ കറാച്ചി വിമാനത്താവളത്തിൽ കുടുങ്ങിയ 3 മലയാളികൾ ഇന്ന് തിരികെ എത്തും. പാലക്കാട് കുടുംബ സ്വദേശി കൃഷ്ണദാസ് നാഗരൂർ, ഭാര്യ ഡോക്ടർ രശ്മി മേനോൻ, മകൾ സ്മൃതി മേനോൻ എന്നിവരാണ് കുടുങ്ങിയത്. അസർബൈജാൻ തലസ്ഥാനമായ ബാക്കുവിൽ നിന്നും ഷാർജ വഴി കുവൈറ്റിലേക്ക് പോവുകയായിരുന്ന എയർ അറേബ്യ വിമാനത്തിലെ യാത്രക്കാരായിരുന്നു ഇവർ. വിമാനം വഴിതിരിച്ചു വിട്ടതോടെയാണ് ഇവർ കറാച്ചിയിൽ കുടുങ്ങിയത്.
മറ്റു വാർത്തകൾ കൂടി നോക്കാം. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചു എന്ന കേസിൽ KSU പ്രവർത്തകർ നൽകിയ ജാമ്യാപേക്ഷ കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യത്തിൽ കോടതി തീരുമാനമെടുത്തില്ല. പകരം വ്യാഴാഴ്ച ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള പ്രതികളെ കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശം നൽകി. മന്ത്രിയെ ആക്രമിച്ചെന്ന് പറയുന്ന ആയുധം കണ്ടെത്തണമെന്നും കൂടുതൽ പേർ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുമാണ് പ്രോസിക്യൂഷൻ വാദം. അതേസമയം ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള പ്രവർത്തകരെ ജയിലിൽ അടയ്ക്കാനുള്ള സർക്കാർ നീക്കമാണ് പ്രോസിക്യൂഷൻ ശ്രമമെന്ന് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് പറഞ്ഞു. കണ്ണൂരിലെ സംഭവത്തിന് ശേഷം പൊതുപരിപാടിയിൽ പങ്കെടുത്ത മന്ത്രി വീണ ജോർജ്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആരോഗ്യമാനന്ദം പത്തനംതിട്ട ഫെസ്റ്റിലാണ് മന്ത്രി പങ്കെടുത്തത്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെക്കുറിച്ച് നുണപ്രചരണങ്ങൾ നടക്കുന്നുവെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ മന്ത്രി പക്ഷേ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. വിവിധ ഇടങ്ങളിൽ പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടെയാണ് വീട്ടിൽ വിശ്രമത്തിലായിരുന്ന മന്ത്രി പൊതുപരിപാടിയിൽ പങ്കെടുത്തത്. കഴുത്തിൽ നെക്ക് ബാൻഡ് ധരിച്ചാണ് മന്ത്രി എത്തിയത്. പരിപാടിയോടനുബന്ധിച്ചുള്ള സംവാദത്തിൽ പങ്കെടുത്ത ശേഷം സ്റ്റാളുകളും സന്ദർശിച്ചാണ് വീണ ജോർജ് മടങ്ങിയത്. ആലപ്പുഴ തുറവൂർ താലൂക്ക് ആശുപത്രി കെട്ടിടം ഉദ്ഘാടന ചടങ്ങിനിടെ സംഘർഷാവസ്ഥ. കരിങ്കൊടി പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ ഉദ്ഘാടന വേദിയിലെത്തി. കോൺഗ്രസ് പ്രവർത്തകരെ തടയാൻ CPM പ്രവർത്തകർ ശ്രമിച്ചതോടെ ഇരുവിഭാഗങ്ങളും എതിർദിശകളിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. രണ്ട് കൂട്ടരെയും പോലീസ് തടഞ്ഞു. മന്ത്രി വീണ ജോർജ് ഓൺലൈനായാണ് ആശുപത്രി കെട്ടിടം ഉദ്ഘാടനം നിർവഹിച്ചത്. അതിനിടെ സംഘർഷത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK രാജേന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ MN സെനിൽ, ഗൗരീശൻ എന്നിവർക്ക് പരിക്കേറ്റു. CPM പ്രവർത്തകരുടെ ആക്രമണത്തിലാണ് ഇവർക്ക് പരിക്കേറ്റത്. ഇവരെ തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള ദ്വാരപാലക കേസിൽ പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ സ്വാഭാവിക ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി നാളെ വിധി പറയും. ഇന്ന് ഹർജി പരിഗണിച്ച കോടതി വിധി പറയാൻ നാളത്തേക്ക് മാറ്റുകയായിരുന്നു. ഇതിൽ ജാമ്യം ലഭിച്ചാൽ പത്മകുമാറിന് ജയിൽ മോചിതനാകാം. കട്ടിളപ്പാളി കേസിൽ കഴിഞ്ഞ മാസം 20-ന് പത്മകുമാറിന് ജാമ്യം ലഭിച്ചിരുന്നു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ ആവശ്യപ്പെട്ട് സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി സമർപ്പിച്ച അപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി വാദം കേൾക്കാൻ 5-ാം തീയതിയിലേക്ക് മാറ്റി. ഇന്ന് കേസ് പരിഗണിച്ചുവെങ്കിലും മെഡിക്കൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രോസിക്യൂഷൻ സാവകാശം തേടിയ പശ്ചാത്തലത്തിലാണ് ഹർജി വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന N. വാസു കൊച്ചി ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ തന്ത്രി കണ്ഠരര് രാജീവർക്കും N. വാസുവിനും മാർച്ച് ആദ്യവാരം ഹാജരാകാൻ ആവശ്യപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് നൽകിയിരുന്നു. സ്വർണ്ണക്കൊള്ള കേസിൽ SITയുടെ പ്രതിപ്പട്ടികയിലുള്ള മുഴുവൻ ആളുകളെയും ED ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നുണ്ട്. മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ KP ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. VP സിംഗ് മന്ത്രിസഭയിൽ ഉപരിഗതാഗത വാർത്താവിനിമയ മന്ത്രിയായിരുന്നു. സംസ്കാരം നാളെ നടക്കും. 1971 മുതൽ 1991 വരെ തുടർച്ചയായി 6 തവണ വടകര മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച നയതന്ത്രജ്ഞനും വാഗ്മിയുമായ ഉണ്ണികൃഷ്ണൻ UN അടക്കമുള്ള വിവിധ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയുടെ പ്രതിനിധിയായി പങ്കെടുത്തിട്ടുണ്ട്. ചെന്നൈയിലെ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നാണ് അദ്ദേഹം വിദ്യാഭ്യാസം നേടിയത്. ചെന്നൈയിൽ നിന്നാണ് അദ്ദേഹം നിയമപഠനം പൂർത്തിയാക്കിയത്. ഈ കാലയളവിൽ അദ്ദേഹം സോഷ്യലിസ്റ്റ് പാർട്ടിയുമായും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുമായും ബന്ധപ്പെട്ടിരുന്നു. 1960കളിൽ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേരുകയും 1962 അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയിൽ അംഗമാകുകയും ചെയ്തു. മാതൃഭൂമിയിലും മറ്റ് ആനുകാലികങ്ങളിലും പ്രത്യേക ലേഖകനായി നിരവധി ലേഖനങ്ങൾ എഴുതിയിരുന്നു. 1971 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വടകര നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവേശിച്ചത്. 1980 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യുവിലേക്കും പിന്നീട് 1984 ഇന്ത്യൻ കോൺഗ്രസ് സോഷ്യലിസ്റ്റിലേക്കും മാറിയെങ്കിലും അടുത്ത 5 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം പരാജയപ്പെടാതെ തുടർന്നു. 1981-84 കാലയളവിൽ പാർലമെന്റിൽ കോൺഗ്രസ് സെക്കുലർ നേതാവായിരുന്നു. 1980-82 കാലയളവിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലും അംഗമായിരുന്നു. വിശ്വനാഥ് പ്രതാപ് സിംഗ് മന്ത്രിസഭയിൽ ടെലികമ്മ്യൂണിക്കേഷൻസ്, ഷിപ്പിംഗ്, ഉപരിതല ഗതാഗതം എന്നീ വകുപ്പുകളുടെ മന്ത്രിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മന്ത്രിയായിരുന്ന കാലത്ത് ഗൾഫ് യുദ്ധകാലത്ത് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിന് അദ്ദേഹം മേൽനോട്ടം വഹിച്ചു. 1996 മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ ഏക പരാജയം. പിന്നീട് സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ച ഉണ്ണികൃഷ്ണൻ തൻ്റെ താവളം ന്യൂഡൽഹിയിലേക്കും പിന്നീട് കോഴിക്കോട് ജില്ലയിലെ പന്നിയങ്കരയിലേക്കുമുള്ള തൻ്റെ തറവാട്ട് വീട്ടിലേക്കും മാറ്റി. പുസ്തകങ്ങൾ വായിക്കുന്നതിലും എഴുതുന്നതിലും സ്വയം സമർപ്പിച്ചു. 1977 അദ്ദേഹം അമൃത ഉണ്ണികൃഷ്ണനെ വിവാഹം കഴിച്ചു. അവർക്ക് 2 പെൺമക്കളുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
ഇന്ന് ലോക കേൾവി ദിനം. കുട്ടികളിലെ കേൾവിക്കുറവ് നേരത്തെ കണ്ടെത്തി ചികിത്സിച്ചില്ല എങ്കിൽ അത് അവരുടെ സംസാരത്തിൻ്റെയും ഭാഷാശേഷിയുടെയും വികാസത്തെയും പഠന നിലവാരത്തെയും പ്രതികൂലമായി ബാധിക്കാം. ഇന്ന് ലോക കേൾവി ദിനത്തിൽ കുട്ടികളിലെ കേൾവിക്കുറവിൻ്റെ ലക്ഷണങ്ങളെയും ചികിത്സാ രീതികളെയും കുറിച്ച് കൊച്ചി അമൃത ആശുപത്രിയിലെ സ്പീച്ച് പാത്തോളജി ആൻഡ് ഓഡിയോളജി വിഭാഗത്തിലെ ക്ലിനിക്കൽ ഓഡിയോളജിസ്റ്റ് ഫാത്തിമ ഷെർബിൻ സംസാരിക്കും. നമസ്കാരം, ഞാൻ ഫാത്തിമ ഷെർബിൻ സേനാവാസ്, അമൃത ഹോസ്പിറ്റലിലെ സ്പീച്ച് പത്തോളജി ആൻഡ് ഓഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ കൺസൾട്ടന്റ് ഓഡിയോളജിസ്റ്റ് ആണ്. ഇന്ന് മാർച്ച് 3 കേൾവി ദിനം. നമ്മുടെ ഈ വർഷത്തെ തീം എന്ന് വെച്ചാൽ സമൂഹങ്ങളിൽ നിന്നും ക്ലാസ് റൂമിലേക്ക് കുട്ടികളുടെ കേൾവി പരിചരണം എന്നാണ്. 90 മില്യൺ കുട്ടികളിലും ഇപ്പോൾ കേൾവി കുറവ് കണ്ടുവരുന്നുണ്ട്. അതിൽ 60% കേൾവി കുറവ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും. 2 വയസ്സിനുള്ളിൽ തന്നെ നമ്മൾ അവരുടെ കേൾവിക്കുറവ് കണ്ടെത്തുകയും അതിനനുസരിച്ചുള്ള റീഹാബിലിറ്റേഷൻ ഓപ്ഷൻസ് നമ്മൾ അവർക്ക് കൊടുക്കുകയും വേണം. നമ്മൾ എന്തൊക്കെ ലക്ഷണങ്ങൾ കൊണ്ട് കുട്ടികളുടെ കേൾവിക്കുറവ് നമുക്ക് മനസ്സിലാക്കാം? കുട്ടികൾ റിപ്പീറ്റേഷൻ ചോദിക്കും. അവർക്ക് കേൾക്കാത്തതുകൊണ്ടാണ് അവർ റിപ്പീറ്റേഷൻ ചോദിക്കുന്നത്. നമ്മൾ പേര് വിളിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കില്ല. അതുപോലെ തന്നെ ടിവിന്റെ ഒരു നോർമൽ വോളിയത്തിനേക്കാൾ കൂടുതൽ അവർക്ക് ടിവിന്റെ വോളിയം വേണ്ടി വരും. ഉച്ചവാർത്ത പൂർത്തിയാവുകയാണ്. പക്ഷേ വാർത്തകൾ അവസാനിക്കുന്നില്ല. ആറ്റുകാൽ പൊങ്കാലയുടെ തത്സമയ വിവരങ്ങളും വിശേഷങ്ങളുമൊക്കെ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.